ശാന്തി 17-11-24 പ്രഭാതമുരളി അവ്യക്ത ബാബ്ദാദ റിവൈസ് 30-11-2002 മധുബൻ. റിട്ടേൺ എന്ന വാക്കിൻ്റെ സ്മൃതിയിലൂടെ സമാനമാകൂ. റിട്ടേൺ ജേണിയുടെ സ്മൃതി സ്വരൂപവും ആകൂ. ഇന്ന് ബാബ്ദാദ തൻ്റെ 4 ഭാഗത്തുമുള്ള ഹൃദയ സിംഹാസനത്തിൽ ഇരിക്കുന്നവരും ഭൃഗുടിയുടെ സിംഹാസനത്തിൽ ഇരിക്കുന്നവരും വിശ്വത്തിൻ്റെ രാജ്യസിംഹാസനസ്ഥരും സ്വരാജ്യ അധികാരികളുമായ കുട്ടികളെ കണ്ട് ഹർഷിതമാവുകയാണ്. പരമാത്മാവിൻ്റെ ഹൃദയ സിംഹാസനം മുഴുവൻ കൽപ്പത്തിലും ഇപ്പോൾ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയവരും ഓമനകളുമായ കുട്ടികളായ നിങ്ങൾക്കു തന്നെയാണ് പ്രാപ്തമാകുന്നത്. ഭൃഗുടിയുടെ സിംഹാസനമാണെങ്കിൽ സർവ ആത്മാക്കൾക്കുമുണ്ട്. എന്നാൽ പരമാത്മാവിൻ്റെ ഹൃദയ സിംഹാസനം ബ്രാഹ്മണ ആത്മാക്കൾക്കല്ലാതെ ആർക്കും പ്രാപ്തമല്ല. ഈ ഹൃദയ സിംഹാസനം തന്നെയാണ് വിശ്വത്തിൻ്റെ സിംഹാസനം നേടിത്തരുന്നത്. വർത്തമാന സമയത്ത് സ്വരാജ്യ അധികാരി ആയിരിക്കുകയാണ്. ഓരോ ബ്രാഹ്മണ ആത്മാവിനും സ്വരാജ്യം കഴുത്തിലെ മാലയാണ്. സ്വരാജ്യം താങ്കളുടെ ജന്മ അധികാരമാണ്. ഇങ്ങനെ സ്വയം തന്നെ ഇങ്ങനെയുള്ള സ്വരാജ്യ അധികാരിയായി അനുഭവിക്കുന്നുണ്ടോ? നമ്മുടെ ഈ ബർത്ത് റൈറ്റിനെ ആർക്കും തട്ടിയെടുക്കാൻ സാധിക്കില്ല എന്ന ദൃഢസങ്കല്പം ഹൃദയത്തിലുണ്ടോ? അതിനോടൊപ്പം നമ്മൾ പരമാത്മാവിൻ്റെ ഹൃദയ സിംഹാസനസ്ഥരുമാണ് എന്ന ആത്മീയ ലഹരിയുമുണ്ടോ? മാനവ ജീവിതത്തിൽ ശരീരത്തിലും വിശേഷിച്ച് ഹൃദയം തന്നെയാണ് മഹാനായി വർണ്ണിക്കപ്പെടുന്നത്. ഹൃദയം നിലച്ചുവെങ്കിൽ ജീവിതം സമാപ്തമായി. അപ്പോൾ ആധ്യാത്മിക ജീവിതത്തിലും ഹൃദയ സിംഹാസനത്തിന് വളരെയധികം മഹത്വമുണ്ട്. ആരാണോ ഹൃദയ സിംഹാസനസ്ഥർ അതേ ആത്മാക്കൾ വിശ്വത്തിൽ വിശേഷ ആത്മാക്കളായി പാടപ്പെടുന്നു. അതേ ആത്മാക്കൾ ഭക്തർക്ക് വേണ്ടി മാലയിലെ മണികളുടെ രൂപത്തിൽ സ്മരിക്കപ്പെടുന്നു. അതേ ആത്മാക്കൾ കോടിയിൽ ചിലരിലും ചിലരായി പാടപ്പെടുന്നു. അപ്പോൾ അതാരാണ്? താങ്കളാണോ? പാണ്ഡവരുമാണോ? മാതാക്കളുമാണോ? കൈ വീശിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാബ പറയുന്നു, ഹേ ഓമന സന്താനങ്ങളെ, ഇടയ്ക്കിടയ്ക്ക് ഹൃദയ സിംഹാസനം ഉപേക്ഷിച്ച് ദേഹമാകുന്ന മണ്ണിനോട് എന്തുകൊണ്ട് ഹൃദയം ചേർക്കുന്നു? ദേഹം മണ്ണാണ്. ഓമന സന്താനങ്ങൾ ഒരിക്കലും മണ്ണിൽ പാദം വയ്ക്കുന്നില്ല. സദാ സിംഹാസനത്തിൽ മടിത്തട്ടിൽ അല്ലെങ്കിൽ അതീന്ദ്രിയ സുഖത്തിൻ്റെ ഊഞ്ഞാലിലാടുന്നു. താങ്കൾക്ക് വേണ്ടി ബാബ്ദാദ ഭിന്ന ഭിന്ന ഊഞ്ഞാൽ നൽകിയിട്ടുണ്ട്. ഇടയ്ക്ക് സുഖത്തിൻ്റെ ഊഞ്ഞാലിലാടൂ, ഇടയ്ക്ക് സന്തോഷത്തിൻ്റെ ഊഞ്ഞാലിലാടൂ, ഇടയ്ക്ക് ആനന്ദമയ ഊഞ്ഞാലിലാടൂ. അപ്പോൾ ഇന്ന് ബാബ്ദാദ ഇങ്ങനെയുള്ള ശ്രേഷ്ഠ കുട്ടികളെ നോക്കുകയായിരുന്നു. എങ്ങനെയുള്ള ലഹരിയോടെ ഊഞ്ഞാലുകളിൽ ആടിക്കൊണ്ടിരിക്കുകയാണോ? ആടുന്നുണ്ടോ? മണ്ണിലേക്ക് പോകുന്നില്ലല്ലോ. മണ്ണിൽ പാദം വയ്ക്കാനുള്ള ആഗ്രഹം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നുണ്ടോ? കാരണം 63 ജന്മം മണ്ണിൽ തന്നെയാണ് പാദം വയ്ക്കുന്നത്, മണ്ണുമായി തന്നെയാണ് കളിക്കുന്നത്. ഇപ്പോൾ മണ്ണുമായി കളിക്കുന്നില്ലല്ലോ. ഇടയ്ക്കിടയ്ക്ക് മണ്ണിൽ പാദം പോകുന്നുണ്ടോ അതോ പോകുന്നില്ലേ? ഇടയ്ക്കിടയ്ക്ക് പോകുന്നു. ദേഹബോധവും മണ്ണിൽ പാദം വയ്ക്കലാണ്. ദേഹാഭിമാനമാണെങ്കിൽ വളരെ ആഴത്തിൽ മണ്ണിൽ പാദമുണ്ട് എന്നാണ്. എന്നാൽ ദേഹബോധം എന്നാൽ ബോഡി കോൺഷ്യസ്നസ്, ഇതും മണ്ണാണ്. എത്രത്തോളം സംഗമത്തിൻ്റെ സമയത്ത് ഏറ്റവും കൂടുതൽ ഹൃദയ സിംഹാസനത്തിലാകുമോ അത്രയും തന്നെ പകുതി കൽപ്പം സൂര്യവംശത്തിൻ്റെ രാജധാനിയിലും ചന്ദ്രവംശത്തിലും സൂര്യവംശത്തിൻ്റെ രാജവംശത്തിലുമായിരിക്കും. അഥവാ ഇപ്പോൾ സംഗമത്തിൽ ഇടയ്ക്കിടയ്ക്കാണ് സിംഹാസനസ്ഥർ ആകുന്നതെങ്കിൽ സൂര്യവംശത്തിൻ്റെ റോയൽ ഫാമിലിയിൽ
ഇത്രയും കുറച്ച് സമയമായിരിക്കും ഉണ്ടായിരിക്കുക. സിംഹാസനത്തിൽ ഇരിക്കുന്നത് ടേൺ ബൈ ടേൺ ആയിട്ടായിരിക്കും. എന്നാൽ റോയൽ ഫാമിലിയുടെ, രാജവംശത്തിലെ ആത്മാക്കളുടെ സംബന്ധത്തിൽ സദാ ഉണ്ടായിരിക്കും. അപ്പോൾ ചെക്ക് ചെയ്യൂ. സംഗമയുഗത്തിൻ്റെ ആദ്യ സമയം മുതൽ ഇപ്പോൾ വരെ 10 വർഷം ആയവരായാലും 50 ആയാലും 66 വർഷമായവർ ആയാലും എപ്പോൾ മുതൽ ബ്രാഹ്മണനായോ അപ്പോൾ ആദി മുതൽ ഇപ്പോൾ വരെ എത്ര സമയം ഹൃദയ സിംഹാസനസ്ഥരും സ്വരാജ്യ സിംഹാസനസ്ഥരും ആയിരുന്നു? വളരെ കാലം ആയിരുന്നുവോ? നിരന്തരം ആയിരുന്നുവോ? അതോ ഇടയ്ക്കിടയ്ക്ക് ആയിരുന്നുവോ? ആരാണോ പരമാത്മാ സിംഹാസനസ്ഥർ ആയിരിക്കുന്നത് അവരുടെ അടയാളം ഇതാണ്. പ്രത്യക്ഷ പെരുമാറ്റത്തിൻ്റെയും മുഖത്തിലൂടെയും സദാ നിശ്ചിന്ത ചക്രവർത്തിയായിരിക്കും. സ്ഥൂലമായ ഭാരമാണെങ്കിൽ ശിരസിലായിരിക്കും ഉണ്ടാകുന്നത്. എന്നാൽ സൂക്ഷ്മമായ ഭാരമാണെങ്കിൽ മനസ്സിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. തൻ്റെ മനസ്സിൽ ഭാരം ഉണ്ടായിരിക്കില്ല. ചിന്തയാണ് ഭാരം. നിശ്ചിന്തമാണ് ഡബിൾ ലൈറ്റ്. അഥവാ ഏതെങ്കിലും പ്രകാരത്തിലുള്ള ഭാരമുണ്ടെങ്കിൽ സേവനത്തിൻ്റേതായാലും സംബന്ധ സമ്പർക്കത്തിൻ്റേതായാലും സ്ഥൂല സേവനത്തിൻ്റേതായാലും ആത്മീയ സേവനത്തിൻ്റെയും ഭാരം പാടില്ല. എന്തുണ്ടാകും? എങ്ങനെ ഉണ്ടാകും? സഫലത ഉണ്ടാകുമോ അതോ ഉണ്ടാകില്ലേ? ചിന്തിക്കുന്നതും പ്ലാൻ ഉണ്ടാക്കുന്നതും വേറെ കാര്യമാണ്. ഭാരം വേറെ കാര്യമാണ്. ഭാരമുള്ളവരുടെ അടയാളം ഇതാണ്. സദാ മുഖത്തിൽ വളരെയധികമോ അല്ലെങ്കിൽ അല്പമോ ക്ഷീണത്തിൻ്റെ അടയാളമുണ്ടായിരിക്കും. ക്ഷീണമുണ്ടാകുന്നത് വേറെ കാര്യമാണ്. അല്പമെങ്കിലും ക്ഷീണത്തിൻ്റെ അടയാളവും ഭാരത്തിൻ്റെ ലക്ഷണമാണ്. നിശ്ചിന്ത ചക്രവർത്തിയുടെ അർത്ഥം അലക്ഷ്യമായിരിക്കാൻ എന്നല്ല. ഉള്ളത് അലക്ഷ്യമായിരിക്കും, പറയുന്നത് നമ്മൾ നിശ്ചിന്തമായിരിക്കുന്നു എന്നാണ്. അലക്ഷ്യം വളരെയധികം ചതിക്കുന്ന ഒന്നാണ്. തീവ്ര പുരുഷാർത്ഥത്തിൻ്റെയും വാക്ക് അതുതന്നെയാണ്, അലക്ഷ്യത്തിൻ്റെയും വാക്ക് അതുതന്നെയാണ്. തീവ്ര പുരുഷാർത്ഥി സദാ ദൃഢനിശ്ചയം ഉള്ളത് കാരണം ഇത് ചിന്തിക്കുന്നു. ഓരോ കാര്യവും ധൈര്യത്തിലൂടെയും ബാബയുടെ സഹായത്തിലൂടെയും സഫലമായി കഴിഞ്ഞിരിക്കുകയാണ്. അലക്ഷ്യത്തിൻ്റെയും വാക്കുകൾ ഇതുതന്നെയാണ്. നടന്നുകൊള്ളും, നടന്നുകൊള്ളും, നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഏതെങ്കിലും കാര്യം അവശേഷിക്കുന്നുണ്ടോ? നടന്നുകൊള്ളും. അപ്പോൾ വാക്ക് ഒന്നാണ്, എന്നാൽ രൂപം വ്യത്യസ്തമാണ്. വർത്തമാന സമയത്ത് മായയുടെ വിശേഷ 2 രൂപങ്ങൾ കുട്ടികളുടെ പരീക്ഷ നടത്തുന്നു. ഒന്ന് വ്യർത്ഥ സങ്കല്പം, വികല്പമല്ല വ്യർത്ഥ സങ്കല്പം. രണ്ടാമത്തേത് ഞാൻ തന്നെയാണ് റൈറ്റ്. എന്ത് ചെയ്തുവോ, എന്ത് പറഞ്ഞുവോ, എന്ത് ചിന്തിച്ചുവോ ഞാൻ കുറവൊന്നുമല്ല, റൈറ്റാണ്. ബാബ്ദാദ സമയമനുസരിച്ച് ഇപ്പോൾ ഇതാണ് ആഗ്രഹിക്കുന്നത്. ഒരു വാക്ക് സദാ സ്മൃതിയിൽ വയ്ക്കൂ. ബാബയിൽ നിന്നും ഉണ്ടായ സർവപ്രാപ്തികളുടെയും സ്നേഹത്തിൻ്റെയും സഹയോഗത്തിൻ്റെയും റിട്ടേൺ നൽകണം. റിട്ടേൺ നൽകുക എന്നാൽ സമ്മാനമാവുക എന്നർത്ഥം. രണ്ടാമതായി, ഇപ്പോൾ നമ്മുടെ റിട്ടേൺ ജേണി അഥവാ മടക്ക യാത്രയാണ്. റിട്ടേൺ എന്ന ഒരേ ഒരു വാക്ക് സദാ ഓർമ്മയുണ്ടായിരിക്കട്ടെ. ഇതിനുവേണ്ടി വളരെ സഹജ ഉപാധിയാണ്. ഓരോ സങ്കല്പത്തെയും വാക്കിനെയും കർമ്മത്തെയും ബ്രഹ്മ ബാബയുമായി ടാലി ചെയ്യൂ. ബാബയുടെ സങ്കല്പം എന്തായിരുന്നു? ബാബയുടെ വാക്കുകൾ എന്തായിരുന്നു? ബാബയുടെ കർമ്മം എന്തായിരുന്നു? ഇതിനെ തന്നെയാണ് ഫോളോ ഫാദർ എന്ന് പറയുന്നത്. ഫോളോ ചെയ്യുന്നത് സഹജമാണല്ലോ. പുതിയത് ചിന്തിക്കുന്നതിൻ്റെയോ പുതിയത് ചെയ്യുന്നതിൻ്റെയോ ആവശ്യകതയേയില്ല. എന്ത് ബാബ ചെയ്തുവോ അത് ഫോളോ ഫാദർ. സഹജമാണല്ലോ. ടീച്ചേഴ്സ് കൈ ഉയർത്തു. ഫോളോ ചെയ്യുന്നത് സഹജമാണോ അതോ പ്രയാസമാണോ? സഹജമാണല്ലോ.
ഫോളോ ഫാദർ. ഇത്രമാത്രം. ആദ്യം ചെക്ക് ചെയ്യൂ. ഏതുപോലെ ഒരു ചൊല്ലുണ്ട്, ആദ്യം ചിന്തിക്കൂ പിന്നെ ചെയ്യൂ. ആദ്യം തൂക്കി നോക്കൂ പിന്നെ പറയൂ. അപ്പോൾ എല്ലാ ടീച്ചേഴ്സും ഇപ്പോൾ ഈ വർഷത്തിൻ്റെ ലാസ്റ്റ് മന്താണ്. പഴയത് പോകും, പുതിയത് വരും. പുതിയത് വരുന്നതിന് മുമ്പേ എന്തു ചെയ്യണം? അതിനുള്ള തയ്യാറെടുപ്പുകൾ ചെയ്യൂ. ഈ സങ്കല്പം നടത്തൂ. ബാബയുടെ ചുവടിന്മേൽ ചുവട് വയ്ക്കുക എന്നതല്ലാതെ മറ്റൊരു ചുവടും വയ്ക്കുകയില്ല. ഫുൾ സ്റ്റോപ്പ്. ഇത്രമാത്രം. ചുവടിന്മേൽ ചുവട് വയ്ക്കുന്നത് ഈസിയാണല്ലോ. അപ്പോൾ നവവർഷത്തിനു വേണ്ടി ഇപ്പോൾ മുതൽ സങ്കല്പത്തിൽ പ്ലാൻ ഉണ്ടാക്കൂ. ഏതുപോലെ ബ്രഹ്മബാബ സദാ നിമിത്തവും വിനീതവുമായിരുന്നു, അതേപോലെ നിമിത്തഭാവവും വിനയഭാവവും. കേവലം നിമിത്തഭാവം പോരാ, നിമിത്തഭാവത്തോടൊപ്പം വിനയഭാവവും രണ്ടും ആവശ്യമാണ്. കാരണം ടീച്ചേഴ്സ് നിമിത്തമാണല്ലോ. സങ്കല്പത്തിലും വാക്കിലും ആരുടെയെങ്കിലും സംബന്ധത്തിലും സമ്പർക്കത്തിലും കർമ്മത്തിലും ഓരോ വാക്കിലും വിനയം. ആര് വിനയമുള്ളവരാണോ അവർ നിമിത്തഭാവത്തിലാണ്. ആര് വിനയമുള്ളവരല്ലയോ അവരിൽ കുറച്ചധികം സൂക്ഷ്മ രൂപത്തിലോ മഹാരൂപത്തിലോ അഭിമാനം ഇല്ലെങ്കിൽ പോലും ആധിപത്യഭാവം ഉണ്ടായിരിക്കും. ഈ ആധിപത്യഭാവവും അഭിമാനത്തിൻ്റെ അംശമാണ്. വാക്കിൽ സദാ നിർമ്മല ഭാഷയും മധുരഭാഷയും ആയിരിക്കും. എപ്പോഴാണോ സംബന്ധ സമ്പർക്കത്തിൽ ആത്മീയ രൂപത്തിൻ്റെ സ്മൃതി ഉണ്ടായിരിക്കുന്നത്, അപ്പോൾ സദാ നിരാകാരിയും നിരഹങ്കാരിയുമായിരിക്കും. ബ്രഹ്മബാബയുടെ ലാസ്റ്റിലെ 3 വാക്കുകൾ ഓർമ്മയുണ്ടോ? നിരാകാരി, നിരഹങ്കാരി, അവർ തന്നെ നിർവികാരി. ശരി, ഫോളോ ഫാദർ ഉറച്ചതായിരുന്നുവല്ലോ. അടുത്ത വർഷത്തിലേക്കുള്ള മുഖ്യ ലക്ഷ്യ സ്വരൂപത്തിൻ്റെ സ്മൃതി ഇതാണ്. ഈ 3 വാക്കുകൾ: നിരാകാരി, നിരഹങ്കാരി, നിർവികാരി. അംശം പോലും ഉണ്ടായിരിക്കരുത്. ചെറുതും വലുതുമായ രൂപങ്ങൾ ശരിയായി കഴിഞ്ഞു, എന്നാൽ അംശം പോലും ഉണ്ടാകരുത്. കാരണം അംശം തന്നെയാണ് ചതിക്കുന്നത്. ഫോളോ ഫാദർ എന്നതിൻ്റെ അർത്ഥം തന്നെ ഇതാണ്. ഈ 3 വാക്കുകളെ സദാ സ്മൃതിയിൽ വയ്ക്കണം. ശരിയാണോ? നല്ലത്. ഡബിൾ ഫോറിനേഴ്സ് എഴുന്നേൽക്കൂ. നല്ല ഗ്രൂപ്പ് വന്നിരിക്കുകയാണ്. ബാബ്ദാദയ്ക്ക് ഡബിൾ ഫോറിനേഴ്സിൻ്റെ ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്. ഏതാണ് എന്നറിയാമോ? നോക്കൂ, എത്ര ദൂരദേശത്ത് നിന്നും വരുന്നു. ഈ ടേണിലും വരണം എന്ന ഡയറക്ഷൻ ലഭിച്ചു, അപ്പോൾ എത്തിച്ചേർന്നുവല്ലോ. ഏത് വിധേനയും പുരുഷാർത്ഥം ചെയ്ത് വലിയ ഗ്രൂപ്പ് എത്തിച്ചേർന്നു. ദാദിയുടെ ഡയറക്ഷൻ ശരിയായി അംഗീകരിച്ചുവല്ലോ. ഇതിനുള്ള ആശംസകൾ. ബാബ്ദാദ ഓരോരുത്തരെയും കാണുകയാണ്, ദൃഷ്ടി നൽകുകയാണ്. സ്റ്റേജിൽ മാത്രമേ ദൃഷ്ടി ലഭിക്കുകയുള്ളൂ എന്നല്ല, ദൂരെ നിന്നും കൂടുതൽ നന്നായി കാണപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഡബിൾ ഫോറിനേഴ്സ് ഹാൻജി എന്ന പാഠം നന്നായി പഠിച്ചു. ബാബ്ദാദയ്ക്ക് ഡബിൾ ഫോറിനേഴ്സിനോട് സ്നേഹം തീർച്ചയായും ഉണ്ട്, എന്നാൽ അഭിമാനവുമുണ്ട്. കാരണം വിശ്വത്തിൻ്റെ ഓരോ കോണിലും സന്ദേശം എത്തിക്കുന്നതിനു വേണ്ടി ഡബിൾ ഫോറിനേഴ്സ് തന്നെയാണ് നിമിത്തമായിരിക്കുന്നത്. വിദേശത്ത് ഇപ്പോൾ ഏതെങ്കിലും വിശേഷ സ്ഥാനം അവശേഷിക്കുന്നുണ്ടോ? ഗ്രാമങ്ങൾ അവശേഷിക്കുന്നുണ്ടോ? അതോ വിശേഷ സ്ഥാനങ്ങൾ അവശേഷിക്കുകയാണോ? ഗ്രാമങ്ങളും ഓരോ കോണിലെയും ചെറിയ സ്ഥാനങ്ങളും അവശേഷിക്കുകയാണോ? അതോ വിശേഷ സ്ഥാനം അവശേഷിക്കുകയാണോ? ഏതൊരു സ്ഥാനമാണ് അവശേഷിക്കുന്നത്? മുന്നിലുള്ളവർ പറഞ്ഞു, മിഡിൽ ഈസ്റ്റിലെ കുറച്ച് ദേശങ്ങൾ അവശേഷിക്കുകയാണ്. എന്നിരുന്നാലും നോക്കൂ, ഈ ഏതൊരു ഗ്രൂപ്പാണോ വന്നിരിക്കുന്നത്, ഇത് എത്ര ദേശങ്ങളിലെ ഗ്രൂപ്പാണ്? എന്നിരുന്നാലും ബാബ്ദാദ അറിയുന്നുണ്ട്, വിശ്വത്തിലെ അനേകം ഭിന്ന ഭിന്ന ദേശങ്ങളിൽ
നിങ്ങൾ ആത്മാക്കൾ നിമിത്തമായിരിക്കുകയാണ്. ബാബ്ദാദ എല്ലായ്പ്പോഴും പറയുക തന്നെ ചെയ്യുന്നു, ബാബയുടെ വിശ്വമംഗളകാരി എന്ന ടൈറ്റിൽ ഡബിൾ വിദേശികൾ തന്നെയാണ് പ്രത്യക്ഷമാക്കിയത്. നല്ലതാണ്. ഓരോരുത്തരും അവരവരുടെ സ്ഥാനങ്ങളിൽ സ്വയം തൻ്റെ പുരുഷാർത്ഥത്തിലും സേവനത്തിലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സദാ മുന്നോട്ട് പോയിക്കൊണ്ടുമിരിക്കും. സഫലതയുടെ നക്ഷത്രങ്ങൾ തന്നെയാണ്. വളരെ നല്ലത്. കുമാരന്മാരോട്. മധുബനിലെ കുമാരന്മാരുമുണ്ട്. നോക്കൂ കുമാരന്മാരുടെ സംഖ്യ എത്രയാണെന്ന്. പകുതി ക്ലാസ് കുമാരന്മാരുടേതാണ്. കുമാർ ഇപ്പോൾ സാധാരണ കുമാരല്ല. ഏതൊരു കുമാരാണ്? ബ്രഹ്മകുമാർ തന്നെയാണ്. എന്നാൽ ബ്രഹ്മകുമാരന്മാരുടെ വിശേഷത എന്താണ്? കുമാരന്മാരുടെ വിശേഷത ഇതാണ്: സദാ എവിടെ അശാന്തി ഉണ്ടായാലും അതിൽ ശാന്തി വ്യാപിപ്പിക്കുന്ന ശാന്തി ദൂതനാണ്. മനസ്സിൻ്റെയും അശാന്തിയില്ല, പുറമേയുള്ള അശാന്തിയുമില്ല. കുമാരന്മാരുടെ കാര്യം തന്നെ പ്രയാസമുള്ള കാര്യം ചെയ്യുക എന്നതാണ്. ഹാർഡ് വർക്കർ ആണല്ലോ. അപ്പോൾ ഇന്ന് ഏറ്റവും ഹാർഡിലും ഹാർഡായ വർക്കാണ് അശാന്തിയെ ഇല്ലാതാക്കി ശാന്തി ദൂതനായി ശാന്തി വ്യാപിപ്പിക്കുക എന്നത്. ഇങ്ങനെയുള്ള കുമാറാണോ? അശാന്തിയുടെ പേരോ അടയാളമോ ഉണ്ടായിരിക്കരുത്. വിശ്വത്തിലും ഉണ്ടായിരിക്കരുത്. താങ്കളുടെ സംബന്ധ സമ്പർക്കത്തിലും ഉണ്ടായിരിക്കരുത്. ഇങ്ങനെയുള്ള ശാന്തി ദൂതനാണോ? തീ അണയ്ക്കുന്നവർ എവിടെ തീ ഉണ്ടായിരുന്നാലും ഉടൻ തീ അണയ്ക്കുമല്ലോ. അപ്പോൾ ശാന്തി ദൂതൻ്റെ കാര്യം തന്നെ ഇതാണ്: അശാന്തിയെ ശാന്തിയിലേക്ക് പരിവർത്തനപ്പെടുത്തുക. അപ്പോൾ ശാന്തി ദൂതനാണല്ലോ. ഉറപ്പാണോ? 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 വളരെ നല്ലതായി തോന്നുന്നു. ബാബ്ദാദ ഇത്രയും കുമാരന്മാരെ കണ്ട് സന്തോഷിക്കുന്നു. മുൻപും ബാബ്ദാദ പ്ലാൻ നൽകിയിരുന്നു. ഡൽഹിയിൽ ഏറ്റവും കൂടുതൽ കുമാരന്മാർ. ഗവൺമെൻറ് വിചാരിക്കുന്നത് കുമാർ അഥവാ യൂത്ത് എന്നാൽ വഴക്കുണ്ടാക്കുന്നവർ എന്നാണ്. കുമാരന്മാരെ ഭയപ്പെടുന്നു. ഇങ്ങനെ ഭയപ്പെടുന്ന ഗവൺമെൻറ് ഓരോ ബ്രഹ്മകുമാരനെയും ശാന്തി ദൂതൻ്റെ ടൈറ്റിലോടുകൂടി സ്വാഗതം ചെയ്യണം. അപ്പോഴാണ് കുമാരന്മാരുടെ അതിശയം ഉണ്ടാകുന്നത്. മുഴുവൻ വിശ്വത്തിലും ബ്രഹ്മകുമാരന്മാർ ശാന്തി ദൂതനാണ് എന്നത് വ്യാപിക്കണം. സാധിക്കുമോ? ഡൽഹിയിൽ ചെയ്യണം. ചെയ്യേണ്ടതുണ്ടല്ലോ. ദാദിമാർ ചെയ്യുമോ? ഒരു ഗ്രൂപ്പിൽ ഇത്രയും കുമാരന്മാരുണ്ടെങ്കിൽ എല്ലാ ഗ്രൂപ്പിലും എത്ര പേരുണ്ടാകും? വിശ്വത്തിൽ എത്ര പേരുണ്ടാകും? മുന്നിലുള്ളവർ പറഞ്ഞു ഏകദേശം 1,00,000. അപ്പോൾ കുമാരന്മാർ അതിശയം ചെയ്യൂ. ഗവൺമെൻറ്റിൽ കുമാരന്മാരെ അഥവാ യുവാക്കളെ പ്രതി എന്താണോ തലകീഴായത് നിറഞ്ഞിരിക്കുന്നത് അത് നേരെയാക്കൂ. എന്നാൽ മനസ്സിൽ പോലും അശാന്തി പാടില്ല. സഹചാരികളിലും അശാന്തി പാടില്ല. തൻ്റെ സ്ഥാനത്തും അശാന്തി പാടില്ല. തൻ്റെ പട്ടണത്തിലും അശാന്തി പാടില്ല. ഇത്രമാത്രം. കുമാരന്മാരുടെ മുഖത്ത് ബോർഡ് വയ്ക്കേണ്ട ആവശ്യമില്ല. എന്നാൽ മസ്തകത്തിൽ ഓട്ടോമാറ്റിക്കായി എഴുതപ്പെട്ടത് അനുഭവപ്പെടണം, ഇത് ശാന്തി ദൂതനാണ് എന്നത്. ശരിയാണല്ലോ. കുമാരിമാരോട്. കുമാരിമാരും വളരെയധികമുണ്ട്. ഈ എല്ലാ കുമാരിമാരുടെയും ലക്ഷ്യം എന്താണ്? തൊഴിൽ ചെയ്യണമോ അതോ വിശ്വസേവനം ചെയ്യണമോ? ശിരസിൽ കിരീടം വയ്ക്കണമോ അതോ കൊട്ട വയ്ക്കണമോ? എന്ത് വയ്ക്കണം? നോക്കൂ, എല്ലാ കുമാരിമാർക്കും ദയാഹൃദയർ ആകേണ്ടതുണ്ട്. വിശ്വത്തിലെ ആത്മാക്കളുടെ മംഗളം ഉണ്ടാകട്ടെ. കുമാരിമാരെക്കുറിച്ചുള്ള മഹിമയാണ് 21 കുലത്തെ ഉദ്ധരിക്കുന്നവർ. അപ്പോൾ പകുതി കൽപ്പം 21 കുലമാകും. അപ്പോൾ ഇങ്ങനെയുള്ള കുമാരിമാരാണോ? ആരാണോ 21 കുലത്തിൻ്റെ മംഗളം ചെയ്യുന്നത് അവർ കൈ ഉയർത്തു. ഒരു കുടുംബത്തിൻ്റെതല്ല, 21 കുടുംബങ്ങളുടെ ചെയ്യുമോ? നോക്കൂ,
താങ്കളുടെ പേര് നോട്ട് ചെയ്യപ്പെടും. പിന്നെ നോക്കും, ദയാഹൃദയം ഉള്ളവരാണോ അതോ ഏതെങ്കിലും കണക്കുകൾ അവശേഷിക്കുകയാണോ. ഇപ്പോൾ സമയം സൂചന നൽകിക്കൊണ്ടിരിക്കുകയാണ്. സമയത്തിന് മുമ്പേ തയ്യാറാകൂ. സമയത്തെ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ സമയം കടന്നു പോകും. അതിനാൽ ലക്ഷ്യം വയ്ക്കൂ. നമ്മൾ എല്ലാവരും വിശ്വമംഗളകാരി ദയാഹൃദയനായ ബാബയുടെ കുട്ടികൾ ദയാഹൃദയരാണ്. ശരിയാണല്ലോ, ദയാഹൃദയരാണല്ലോ. ഇനിയും ദയാഹൃദയരാകൂ. ഒരൽപ്പം ഇനിയും തീവ്രഗതിയോടെയാകൂ. കുമാരിമാർക്ക് ബാബയുടെ വളരെ സഹജമായ സിംഹാസനം ലഭിക്കുന്നു. പുതുവർഷത്തിൽ എന്ത് അത്ഭുതം ചെയ്ത് കാണിക്കും എന്ന് നോക്കും. ശരി, മീഡിയയുടെ 108 രത്നങ്ങൾ വന്നിരിക്കുകയാണ്. നല്ലതാണ്. മീഡിയയിലുള്ളവർ അതിശയം ചെയ്ത് കാണിക്കും. ബാബയിൽ നിന്നും സമ്പത്ത് നേടുക തന്നെ വേണം എന്നത് എല്ലാവരുടെയും ബുദ്ധിയിൽ വരണം. ആരും വഞ്ചിതരായി അവശേഷിക്കരുത്. മീഡിയയുടെ ജോലി തന്നെ ശബ്ദം വ്യാപിപ്പിക്കുക എന്നതാണ്. അപ്പോൾ ബാബയിൽ നിന്നും സമ്പത്ത് നേടൂ എന്ന ശബ്ദം വ്യാപിപ്പിക്കൂ. ആരും വഞ്ചിതമായി അവശേഷിക്കരുത്. ഇപ്പോൾ വിദേശത്തും മീഡിയയുടെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. നല്ലതാണ്. ഭിന്ന ഭിന്ന രൂപത്തിലൂടെ ഏതൊരു പ്രോഗ്രാം വയ്ക്കുന്നുവോ അപ്പോൾ നല്ല ഇൻട്രസ്റ്റ് ഉണ്ടാകുന്നു. നന്നായി ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും. സഫലത തീർച്ചയായും ഉണ്ട്. എല്ലാ വിങ്സിലുള്ളവരും ഏതെല്ലാം സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നോ ആ സമാചാരം ബാബ്ദാദയുടെ അടുക്കൽ വന്നുകൊണ്ടിരിക്കുന്നു. ഓരോ വിഭാഗത്തിനും അവരവരുടേതായ സേവനത്തിൻ്റെ ഉപാധികളും സേവനത്തിൻ്റെ രൂപരേഖയുമുണ്ട്. എന്നാൽ വിങ്സ് പ്രത്യേകം ഉള്ളത് കാരണം ഓരോ വിഭാഗവും പരസ്പരം റേസ് ചെയ്യുന്നത് കണ്ടു. നല്ലതാണ്. റേസ് പാടില്ല. ഈർഷ്യയോടെ ഉള്ള കോമ്പറ്റീഷൻ പാടില്ല എന്നർത്ഥം. റേസ് ചെയ്യൂ. ഓരോ വിങ്ങിൻ്റെയും റിസൾട്ടായി വിങ്ങിൻ്റെ സേവനത്തിന് ശേഷം IP-യും VIP-യും സമ്പർക്കത്തിൽ ധാരാളം വന്നു. ഇപ്പോൾ മൈക്കിനെ കൊണ്ടുവന്നിട്ടില്ല, എന്നാൽ സമ്പർക്കത്തിൽ വന്നിരിക്കുകയാണ്. ശരി, ബാബ്ദാദ നൽകിയ എക്സസൈസ് ഓർമ്മയുണ്ടോ? ഇപ്പോൾ നിരാകാരി, ഇപ്പോൾ തന്നെ ഫരിസ്ത. ഇതാണ് നടക്കുമ്പോഴും സഞ്ചരിക്കുമ്പോഴും ബാബയോടും ദാദയോടുമുള്ള സ്നേഹത്തിൻ്റെ റിട്ടേൺ. ഇപ്പോൾ ഈ ആത്മീയ എക്സസൈസ് ചെയ്യൂ. സെക്കൻഡിൽ നിരാകാരി, സെക്കൻഡിൽ ഫരിഷ്ത. ബാബ്ദാദ ഡ്രിൽ ചെയ്യിച്ചു. ശരി, നടക്കുമ്പോഴും സഞ്ചരിക്കുമ്പോഴും മുഴുവൻ ദിവസത്തിലും ഈ എക്സസൈസ് ബാബയുടെ സഹജ ഓർമ്മ നൽകി തരും. 4 ഭാഗത്തുമുള്ള കുട്ടികളുടെ ഓർമ്മ എല്ലാ ഭാഗത്തു നിന്നും ബാബ്ദാദയിൽ എത്തിച്ചേർന്നു. എൻ്റെ ഓർമ്മ നൽകണം എന്ന് ഓരോ കുട്ടിയും വിചാരിക്കുന്നു. ചിലർ കത്തിലൂടെ അയക്കുന്നു, ചിലർ കാർഡുകളിലൂടെ, ചിലർ വായിലൂടെ. എന്നാൽ ബാബ്ദാദ 4 ഭാഗത്തുമുള്ള കുട്ടികൾക്ക് ഓരോരുത്തരെയും നയനങ്ങളിൽ ഉൾക്കൊണ്ട് ഓർമ്മയുടെ റെസ്പോൺസായി കോടി മടങ്ങ് സ്നേഹസ്മരണകൾ നൽകുകയാണ്. ബാബ്ദാദ കാണുകയാണ് ഈ സമയത്ത് എത്ര മണിയായിരുന്നാലും മെജോറിറ്റിയായ എല്ലാവരുടെയും മനസ്സിൽ മധുബനും മധുബൻ്റെ ബാബ്ദാദയുമാണ്. ശരി, 4 ഭാഗത്തുമുള്ള 3 സിംഹാസനസ്ഥരും സ്വരാജ്യ അധികാരി ആയ കുട്ടികൾക്ക് സദാ ബാബ്ദാദയ്ക്കുള്ള റിട്ടേണായി ബാബ് സമാനാകുന്ന കുട്ടികൾക്ക്, സദാ റിട്ടേൺ ജേണിയുടെ സ്മൃതി സ്വരൂപമായ കുട്ടികൾക്ക്, സദാ സങ്കല്പത്തിലും വാക്കിലും കർമ്മത്തിലും ഫോളോ ഫാദർ ചെയ്യുന്ന ഓരോ കുട്ടിക്കും ബാബ്ദാദയുടെ വളരെ വളരെ വളരെയധികം സ്നേഹസ്മരണകൾ. നമസ്തേ. വരദാനം: സർവ ആത്മാക്കളിലും തൻ്റെ ശുഭഭാവനയുടെ ബീജം വിതയ്ക്കുന്ന മാസ്റ്റർ ദാതാവായി ഭവിക്കട്ടെ. ഫലത്തെ കാത്തിരിക്കാതെ താങ്കൾ
ഓരോ ആത്മാവിലും തൻ്റെ ശുഭഭാവനയുടെ വിത്ത് ഇട്ടുകൊണ്ടിരിക്കൂ. സമയമാകുമ്പോൾ സർവ ആത്മാക്കൾക്കും ഉണരുക തന്നെ വേണം. ആരെങ്കിലും ഓപ്പോസിഷൻ ചെയ്താൽ പോലും താങ്കൾ ദയയുടെ ഭാവന ഉപേക്ഷിക്കരുത്. ഈ ഓപ്പോസിഷനും ഇൻസൾട്ടും അധിക്ഷേപവും വളത്തിൻ്റെ കാര്യം ചെയ്യും, നല്ല ഫലം വരികയും ചെയ്യും. എത്ര അധിക്ഷേപിക്കുന്നുവോ അത്രയും ഗുണങ്ങൾ പാടും. അതിനാൽ ഓരോ ആത്മാവിനും തൻ്റെ വൃത്തിയിലൂടെയും വൈബ്രേഷനിലൂടെയും വാണിയിലൂടെയും മാസ്റ്റർ ദാതാവായി നൽകിക്കൊണ്ടിരിക്കൂ. സ്ലോഗൻ: സദാ സ്നേഹത്തിൻ്റെയും സുഖത്തിൻ്റെയും ശാന്തിയുടെയും ആനന്ദത്തിൻ്റെയും സാഗരത്തിൽ അലിഞ്ഞിരിക്കുന്ന കുട്ടികൾ തന്നെയാണ് സത്യമായ തപസ്വികൾ. ഓം ശാന്തി. സൂചന: ഇന്ന് മാസത്തിലെ 3-ാമത്തെ ഞായറാഴ്ച അന്താരാഷ്ട്ര യോഗ ദിവസമാണ്. എല്ലാ ബ്രാഹ്മണരും സംഘടിത രൂപത്തിൽ വൈകിട്ട് 6:30 മുതൽ 7:30 വരെ വിശേഷ വരദാതാവ് ഭാഗ്യവിധാതാവായ ബാബ് ദാദയുടെ കൂടെ കമ്പൈൻഡ് സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യണം. അവ്യക്തവദനത്തിൽ നിന്നും സർവ്വ ആത്മാക്കൾക്കും സുഖശാന്തിയുടെ വരദാനം നൽകുന്നതിൻ്റെ സേവനം ചെയ്യണം. ഓം ശാന്തി. മനസ്സിൻ്റെ ഏകാഗ്രതയുടെ ശക്തിയിലൂടെ ഞാൻ ഈ ശബ്ദത്തിൻ്റെ ലോകത്തിൽ നിന്നും ഉപരി ആവുകയാണ്. അതിസൂക്ഷ്മ ജ്യോതിർബിന്ദു സ്വരൂപമായ ഞാൻ ആത്മാവ് ഒരു സെക്കൻഡിൽ ശബ്ദത്തിനുപരിയായ എൻ്റെ സ്വീറ്റ് സൈലൻസ് ഹോമിൽ എത്തിച്ചേരുകയാണ്. മധുരമായ നിശബ്ദത നിറഞ്ഞ ദിവ്യമായ ശാന്തത നിറഞ്ഞ ഈ ലോകത്തിൽ ഞാൻ എൻ്റെ അനാദി സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുകയാണ്. എൻ്റെ മാതാവും പിതാവുമായ ശിവപരമാത്മാവിൻ്റെ സമീപത്ത് പരമാത്മാ ഛത്രഛായയിൽ ആ ദിവ്യ പ്രേമത്തിൻ്റെ പരിപാലനയിൽ അതീന്ദ്രിയ സുഖമയ സ്ഥിതിയിൽ ലയിച്ചിരിക്കുകയാണ്. ഈ ദിവ്യ സ്നേഹത്തിൻ്റെ ഛത്രഛായയിൽ ഞാൻ സർവ വരദാനങ്ങൾ കൊണ്ടും സമ്പന്നമായി സന്തുഷ്ടമണി ആയിരിക്കുന്നു. എന്നിൽ നിന്നും സന്തോഷത്തിൻ്റെ അലകൾ നാനാഭാഗത്തും
വ്യാപിക്കുകയാണ്. ശബ്ദത്തിൻ്റെ ലോകത്തിൽ പല പല ചിന്തകളാൽ, പല പല വിഘ്നങ്ങളാൽ പരവശരായ ആത്മാക്കളിൽ ഈ സന്തുഷ്ടതയുടെ അലകൾ എത്തിച്ചേരട്ടെ. പരിപാവനമായ ഈശ്വര സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഈ കിരണങ്ങൾ അവരുടെ ആത്മാവിനെ സ്പർശിച്ച് അവരെയും സന്തുഷ്ടമണിയാക്കി മാറ്റട്ടെ. അവരിലെ ചിന്തകൾ അകന്നു പോകട്ടെ. പരമാത്മാ സ്നേഹസ്പർശം അവരിലും ഈശ്വരീയ സ്നേഹത്തിൻ്റെ ദിവ്യ അനുഭവം വരുത്തട്ടെ.